ഡോക്ടറെ, കണ്ണു ചൊറിഞ്ഞിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഒന്ന് തിരുമിയ പിന്നെ നിർത്താനും കഴിയുന്നില്ല. രാവിലെ എഴുന്നേറ്റാൽ കണ്ണു ചുമന്ന് കണ്ണിൽ വെള്ളം വന്ന് പിന്നീട് കണ്ണിൽ എന്തോ ഇപ്പോഴും കിടക്കുന്നത് പോലെ തോന്നും. മിക്ക അലർജി പേഷ്യൻസും എന്നോട് പറയാറുള്ള കാര്യമാണിത്. നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ ഉടനെയോ ഇല്ലെങ്കിൽ പൊടിയുള്ളൊരു സാഹചര്യത്തിൽ പോയാലോ വീട് വൃത്തിയാക്കുന്നതിനിടയിലോ ഇതുപോലെ കണ്ണ് ചുമക്കുകയും ചൊറിയുകയും വെള്ളം വരികയും ചെയ്യാറുണ്ടോ? എന്തുകൊണ്ടാണ് അലർജി ഉള്ളവരിൽ കണ്ണിനുള്ളിൽ ഇത്രയും ചൊറിച്ചിൽ വരുന്നത്? ഇങ്ങനെ തുടങ്ങിയാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം? വീണ്ടും വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഈ വീഡിയോയിൽ വിശദമായി പറഞ്ഞുതരാം. ഇത് നമ്മുടെ അലർജി റൈനൈറ്റിസ് അവയർനെസ് സീരീസിന്റെ 14ാമത്തെ എപ്പിസോഡാണ്. ഈ സീരീസ് മിസ്സാവാതിരിക്കാൻ ഈ അക്കൗണ്ട് ഇപ്പൊ തന്നെ ഫോളോ ചെയ്തോളൂ. അലർജി കാരണം കണ്ണിൽ ഉണ്ടാവുന്ന ഈ പ്രശ്നത്തെ അലർജി കൺജക്റ്റിവൈറ്റിസ് എന്നാണ് പറയാറ്. ഡസ്റ്റ്, ഡസ്റ്റ് മൈറ്റ്സ്, പോളൻ, പെറ്റ് ഡാൻഡർ, മോൾഡ് പോലുള്ള വസ്തുക്കളുമായി കോണ്ടാക്റ്റിൽ വരുമ്പോൾ നിങ്ങളുടെ കണ്ണിനുള്ളിലെ മാസിൽസ് ഹിസ്റ്റമിനെ റിലീസ് ചെയ്യുകയും ഈ ലക്ഷണങ്ങളെല്ലാം കൂട്ടാൻ കാരണമാകുകയും ചെയ്യും. അതുകൊണ്ടാണ് കണ്ണിൽ നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള ചൊറിച്ചില്, ചുവപ്പ് നിറം, കണ്ണിൽ നിന്ന് വെള്ളം വരിക, കണ്ണിന് ചെറിയ വീക്കം തോന്നുക തുടങ്ങിയ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ചും രണ്ട് കണ്ണിലും ഒരുപോലെ ചൊറിച്ചിൽ ഉണ്ടാകുകയാണെങ്കിൽ അതിന്റെ കൂടെ തുമ്മല്, മൂക്കൊലിപ്പ്, മൂക്കുചൊറിച്ചിൽ തുടങ്ങിയ അലർജിയുടെ ലക്ഷണങ്ങളും ഉണ്ടെങ്കിൽ അലർജി ഒരു പ്രധാന കാരണമാകാം. അപ്പോൾ കണ്ണു ചൊറിച്ചിൽ തുടങ്ങിയ ആദ്യം എന്ത് ചെയ്യണം? ആദ്യമായി കണ്ണ് തിരുമരുത്. നമുക്ക് കണ്ണ് തിരുമുന്നത് ആദ്യം കുറച്ച് സമയത്തേക്ക് ഒരു ആശ്വാസം തരുമെങ്കിലും തുടർച്ചയായിട്ട് ഇങ്ങനെ കണ്ണ് തിരുമുന്നത് കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ലതല്ല. ഇത് നമ്മുടെ കണ്ണിലെ ഇറിറ്റേഷനും റെഡ്നെസ്സും കൂടുതൽ കൂട്ടാം. രണ്ടാമതായിട്ട് കോൾഡ് കംപ്രസ് ചെയ്യുക. അതായത് ഒരു നല്ല വൃത്തിയുള്ള തുണി തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് നിങ്ങളുടെ കണ്ണിന് മുകളിൽ ഒരു കുറച്ചു നേരത്തേക്ക് വെക്കുക. ഇത് ചൊറിച്ചിലും ചെറിയ വീക്കവും കുറയ്ക്കാൻ സഹായിക്കും. മൂന്നാമതായി ട്രിഗറിൽ നിന്ന് മാറുക. പൊടി വൃത്തിയാക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇറിറ്റേഷൻസ് വരുന്നതെങ്കിൽ പൊടിയുള്ള സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കുക. പുറത്തുപോയി വന്നതിന് ശേഷമാണെങ്കിൽ നിങ്ങളുടെ കൈകളും മുഖവും വൃത്തിയായി കഴുകുക. പോളൻ അല്ലെങ്കിൽ പൊടി നിങ്ങളുടെ വസ്ത്രങ്ങളിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ വസ്ത്രങ്ങൾ മാറ്റുന്നതും സഹായിക്കും. നാലാമതായി കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ണ് ചുവന്നും ചൊറിഞ്ഞും ഇറിറ്റേറ്റ് ആയിരിക്കുന്ന സമയത്ത് കോണ്ടാക്ട് ലെൻസ് വെക്കാതെ ഇത് പൂർണ്ണമായും മാറിയതിനു ശേഷം മാത്രം കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുക. അഞ്ചാമതായി സ്വയം ഏതെങ്കിലും ഐ ഡ്രോപ്സ് വാങ്ങി ഉപയോഗിക്കരുത്. എല്ലാ റെഡ് ഐയും അലർജി ആയിരിക്കണമെന്നില്ല. അതുപോലെ തന്നെ ഒരുപാട് കാലം ഇതുപോലുള്ള ഐ ഡ്രോപ്സ് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അലർജി ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്യുകയും പ്രധാന ട്രിഗർ കണ്ടുപിടിച്ച് എക്സ്പോഷർ കുറയ്ക്കുകയും ചെയ്താൽ കണ്ണിലെ ചൊറിച്ചിലും റെഡ്നെസ്സും വീണ്ടും വീണ്ടും വരുന്നത് നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും. അടുത്ത എപ്പിസോഡിൽ അലർജി ഉള്ളവരിൽ തൊണ്ടയ്ക്കുള്ളിൽ അസഹ്യമായ ചൊറിച്ചിൽ വരുന്നത് എന്തുകൊണ്ടാണ്, ഇതെങ്ങനെ കുറയ്ക്കാമെന്ന് വിശദമായി പറഞ്ഞുതരാം. ആ വീഡിയോ കാണാൻ ഈ അക്കൗണ്ട് ഇപ്പൊ തന്നെ ഫോളോ ചെയ്തോളൂ. നിങ്ങൾക്ക് അലർജി വരുമ്പോൾ കണ്ണ് ചൊറിച്ചിലാണോ, കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതാണോ, കണ്ണ് ചുമക്കലാണോ കൂടുതലായിട്ട് വരാറുള്ളത്? താഴെ കമന്റ് ചെയ്യൂ. ഇങ്ങനെ കണ്ണ് ചൊറിച്ചിലോ കണ്ണിന് റെഡ്നെസ്സോ ഉള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തോളൂ.